എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിൻ്റെ ദൈവനിശ്ചയം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫയൽ, ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയെ ഓർത്ത് തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങളങ്ങനെ തിരഞ്ഞെടുത്ത ഫയൽ കോഴിക്കുഞ്ഞിൻ്റെ ചിത്രമാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിങ്ങാണ് ആദ്യം പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു നിഷ്കളങ്കതയുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ നിഷ്കളങ്കമായാണ് സ്നേഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം എപ്പോഴും നിഷ്കളങ്കത നിറഞ്ഞതാണ്. ആത്മാർത്ഥമായി, ഏറ്റവും ആത്മാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കാൻ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു. നിങ്ങളോടൊപ്പം എല്ലാ കാലത്തും ജീവിക്കാനും നിങ്ങളൊരു രക്ഷാകർതൃ സ്ഥാനത്ത് എപ്പോഴും കാണാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ നിന്നുള്ള ഉപദേശങ്ങളും നിങ്ങളിൽ നിന്നുള്ള സ്നേഹവും നിങ്ങളിൽ നിന്നുള്ള നന്മയും ഒക്കെ ആ വ്യക്തി എന്നും സ്വീകരിക്കുന്നു, നിങ്ങളെ ബഹുമാനിക്കുന്നു. നിങ്ങളില്ലായിരുന്നെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം തകർന്ന് തരിപ്പണമാകുമെന്നോ, നിങ്ങളില്ലായിരുന്നെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം ഒരു വലിയ പ്രതിസന്ധിയിലാകുമോ അല്ലെങ്കിൽ ആയിരുന്നേനെ എന്നുള്ള രീതിയിലാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോഴും വിലവെക്കുകയും നിങ്ങൾ ആ വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായി കരുതുകയും ചെയ്യും. എല്ലാത്തിനും എന്തിനും ഏതിനും നിങ്ങളുടെ സാന്നിധ്യവും സാമീപ്യവും ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങൾ അടുത്തില്ല എങ്കിൽ ഒന്നിനും ഒരു താല്പര്യമില്ലാതെ ആ വ്യക്തി കടന്നു പോകുന്നു. ജീവിതത്തിൽ ആ വ്യക്തിക്ക് നിങ്ങളില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നില്ലായിരുന്നെങ്കിൽ ഒരു വലിയ നഷ്ടമായി അത് മാറും എന്ന് ചിന്തിക്കുന്നൊരു വ്യക്തിയാണ്. എല്ലായ്പ്പോഴും നിങ്ങൾ കൂടെ ഉണ്ടാകണമെന്നും നിങ്ങളുടെ സാന്നിധ്യവും സാമീപ്യവും എപ്പോഴും ആഗ്രഹിക്കുകയൊക്കെ ആ വ്യക്തി ചെയ്യുന്നു. ജീവിതത്തിൽ പലതരത്തിലുള്ള സങ്കീർണതകളും പലതരത്തിലുള്ള പ്രശ്നങ്ങളും അതിജീവിച്ച് വന്ന ഒരു വ്യക്തിയാണെങ്കിലും എന്നും നിങ്ങൾ കൂടെ ഉണ്ടാകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് വേദനകൾ നേറിപ്പോഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് പ്രതിസന്ധിയിലൂടെ ആ വ്യക്തി കടന്നുപോയപ്പോൾ നിങ്ങൾ നൽകിയ പിന്തുണയും നിങ്ങൾ നൽകിയ ശക്തിയും ആ വ്യക്തിക്കൊരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആ വ്യക്തിക്ക് നൽകുന്ന പിന്തുണയിലൂടെയാണ് ആ വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൽ വിജയിക്കാൻ കഴിഞ്ഞത്. മറ്റെല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോഴും മറ്റെല്ലാവരും അവഗണിച്ചപ്പോഴും നിങ്ങൾ നൽകിയ ഒരു പിന്തുണ ആ വ്യക്തിക്ക് ജീവിതത്തിൽ വിജയം വരിച്ചു. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ ദൈവ നിശ്ചയം അല്ലെങ്കിൽ ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്നത് ഒരുമിച്ച് ഒരു മുന്നേറ്റമാണ്, നന്മയാണ്. ഇനിയും നിങ്ങളുടെ ബന്ധം കൂടുതൽ വളരാനുണ്ട്. കൂടുതൽ അടുത്ത് നിങ്ങൾ ആരാലും പിരിയാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഒരിക്കൽ പോലും പിരിയാത്ത ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും എത്തും. നിങ്ങൾക്ക് പരസ്പരം അറിയാനും മനസ്സിലാക്കാനുമുള്ള ശേഷിയുണ്ട്. നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാനും അറിയാനും ഉള്ള ശേഷിയുള്ളത് കൊണ്ട് തന്നെ വലിയ ആത്മാഭിമാനത്തോടെ, വലിയ ശക്തിയോടെ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനും കഴിയും. ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് പ്രശ്നങ്ങളും അതിജീവിച്ചുകൊണ്ടാണ് നിങ്ങൾ ജീവിതത്തിൽ വന്നത്. ഒരുപാട് സങ്കീർണതകളും പ്രതിസന്ധികളും നിങ്ങൾ അനുഭവിച്ചിട്ടുമുണ്ട്. ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച സങ്കീർണതകൾ മറ്റാർക്കും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ദൈവനിശ്ചയം കൊണ്ട് തന്നെയാണ് ആ വ്യക്തിയെ നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയത്. അല്ലെങ്കിൽ ആ വ്യക്തിയെപ്പോലൊരു നല്ല വ്യക്തിയെ നിങ്ങൾക്ക് ലഭിക്കില്ലായിരുന്നു. ചെറിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതിജീവിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ അടുത്ത് ഇനിയും കൂടുതൽ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള സൗഭാഗ്യം നിങ്ങൾക്കുണ്ടാകും. അടുത്തതായിട്ട് വെട്ടിയ മരത്തിൻ്റെ ബാക്കിയായി കാണുന്ന ആ ഒരു തടിക്കഷ്ണം, അത് ഫയലായി സ്വീകരിച്ച വ്യക്തികളുടെ റീഡിങ്ങാണ് പറയുന്നത്. താൻ ആർക്കു വേണ്ടി ജീവിച്ചുവോ, താൻ ആർക്കു വേണ്ടി നിലകൊണ്ടുവോ, താൻ ആർക്കു വേണ്ടി നിലപാടെടുത്തുവോ അവരിൽ നിന്നും തിക്തമായ അനുഭവങ്ങൾ ഒരുപാട് നേരിടേണ്ടി വന്നൊരു വ്യക്തിയാണ്. ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും പല സാഹചര്യങ്ങളിലും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ എപ്പോഴും ഒരു പോസിറ്റീവ് ചിന്തയോടെ മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. ജീവിതത്തിൽ എപ്പോഴും ഒരു പോസിറ്റീവ് കാഴ്ചപ്പാടോടെ മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ജീവിതം പലപ്പോഴും നിങ്ങൾക്ക് സമ്മാനിച്ചത് ദുഃഖങ്ങൾ നിറഞ്ഞ ചില അവസ്ഥകളായിരുന്നു. ആ അവസ്ഥകളെയൊക്കെ തരണം ചെയ്തുകൊണ്ട്
നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നിലകൊണ്ടു. നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്നെന്നും നിലകൊണ്ട നിങ്ങളുടെ നിലപാട് അതിശക്തമായ നിലപാട് തന്നെയായിരുന്നു. നിങ്ങളെ സ്നേഹിച്ചവർ, നിങ്ങളിഷ്ടപ്പെട്ടവർ എല്ലാം നിങ്ങളെ ചൂഷണം ചെയ്യുകയും നിങ്ങളിൽ നിന്നെല്ലാം കവർന്ന് എടുത്തു പോവുകയും ചെയ്തു. നിങ്ങൾക്ക് ദുഃഖം തോന്നിയിട്ടുണ്ട്. ഞാൻ ഇത്ര ആത്മാർത്ഥമായി എല്ലാവരെയും സ്നേഹിച്ചു, ഞാൻ ഇത്ര ആത്മാർത്ഥമായി എല്ലാവരെയും പരിഗണിച്ചു, പക്ഷേ എന്തുകൊണ്ട് എന്നെ ആളുകൾ ഇങ്ങനെ കണ്ടു? എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിയ അല്ലെങ്കിൽ ഞാൻ നേടിയെടുത്ത കീർത്തി, അധികാരങ്ങൾ എല്ലാം പല കാലങ്ങളിലായിട്ട് എന്നെ സ്നേഹിച്ചവർ കവർന്നു കൊണ്ടുപോയപ്പോൾ ഞാൻ അവരോടൊന്നൊരു പിണക്കവും കാണിച്ചില്ല എന്നുള്ള നിലപാടാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് അവരോട് ഒന്നും പറയാനും പ്രവർത്തിക്കാനും കഴിയില്ല. അവർ നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടാവാം, അവർ നിങ്ങളിൽ നിന്നുള്ള പലതും കവർന്നെടുത്തിട്ടുണ്ടാവാം. പക്ഷേ അവരെ സ്നേഹിക്കാനുള്ള അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കാനുള്ള ആ ഒരു താല്പര്യം നിങ്ങൾക്കെപ്പോഴും ഉണ്ട്. അവരെ മനസ്സിലാക്കാനോ ഇരിക്കാനോ സ്നേഹിക്കാതിരിക്കാനോ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ എന്നെന്നും അവരെ സ്നേഹിച്ചതും മനസ്സിലാക്കിയതും ഒക്കെ അവർക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് വേണ്ടിയിട്ടല്ലാതെ ഒരു നിലപാട് നിങ്ങൾ സ്വീകരിക്കുകയുമില്ല. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിട്ടപ്പോഴും, ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും മനസ്സിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നപ്പോഴൊക്കെ നിങ്ങൾ മുറുകെ പിടിച്ചത് ഒരു നിർണായകമായ കാര്യമാണ്. ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവ് എനർജിയും ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവ് ചിന്താഗതിയും ഒക്കെയായിട്ട് നിങ്ങൾ ജീവിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഒരിക്കൽ പോലും ജീവിതത്തിൽ മറ്റുള്ളവർ നിങ്ങളെ ചൂഷണം ചെയ്താൽ പോലും അത് നിങ്ങൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി സഹിക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നെല്ലാം കവർന്നെടുത്ത് നിങ്ങളൊന്നുമല്ലാതാക്കി കടന്നുപോയവരോട് പോലും നിങ്ങൾ അവരെ സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ അവരോട് ക്ഷമ കാണിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾ. ആ വ്യക്തി അത് മനസ്സിലാക്കുകയും തിരിച്ചു വരികയും ചെയ്യും. എത്ര നിങ്ങളെ വേണ്ടെന്ന് വെച്ച് അവഗണിച്ച് പോയവരായിരുന്നാലും ശരി, കാലാന്തരത്തിൽ നിങ്ങളുടെ മൂല്യം അറിയുകയും നിങ്ങളിൽ നിന്ന് അകലുമ്പോൾ നിങ്ങളെ പറ്റിച്ചു പോയവരാണെങ്കിലും ശരി, അവർക്ക് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആ ഒരു തണൽ നഷ്ടപ്പെടുകയും അവർ മറ്റ് തണലുകൾ സ്വീകരിക്കാൻ പോകുമ്പോൾ അവിടെയൊക്കെ അവർക്ക് എതിരായിട്ട് അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യുമ്പോൾ, അവർക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ അവർ നിങ്ങളിലേക്ക് ഓടിയെത്തും. നിങ്ങളോട് ചെയ്തു പോയ കാര്യങ്ങൾക്ക് മാപ്പ് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഒരിറ്റ സ്നേഹത്തിന് വേണ്ടി നിങ്ങളിലേക്ക് അവരെത്തും. അത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. ഇനി അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്.